അച്ചു ഇടുന്ന റിയൽ വീഡിയോസ്, അച്ചു പമ്പിൽ നിൽക്കുന്ന വീഡിയോസ്, യൂണിഫോം ഇട്ട് നിൽക്കുന്ന വീഡിയോസ്, അടുക്കള കാണിക്കുന്നു, വീട് കാണിക്കുന്നു. അപ്പൊ അതെപ്പോഴെങ്കിലും മറ്റുള്ള വീഡിയോ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അയ്യോ ഞാൻ കുറച്ച് ഒരു താഴ്ന്ന ലെവലിലുള്ള വീഡിയോസ് ആണ് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്. കൊത്താവുന്ന പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ കൊക്കില്ലാത്ത വീഡിയോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും കാര്യമില്ല, വെള്ളം കുടിക്കാനും ഗ്യാപ്പ് കിട്ടത്തില്ല, എത്തുള്ളൂ. അപ്പൊ നമ്മുടെ രീതിയിൽ നമ്മളങ്ങ് ചെയ്തിടുക. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഫേക്ക് ചെയ്യാം, കാരണം അതൊരു ഫേക്ക് റിയാലിറ്റിയാണ്. പക്ഷെ നമ്മുടെ യഥാർത്ഥ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് വേണേൽ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു ഇതുപോലെ ഭയങ്കര സംഭവമാണെന്നും ഇതൊന്നും പറഞ്ഞ് സെറ്റായിട്ട്. പക്ഷെ അവർ നേരിട്ട് കാണുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കാൻ വേണ്ടി നീ ഇവിടെ അതൊക്കെ പറയുമ്പോഴേക്കും ഒരു എന്തിനാ വെറുതെ. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമുക്ക് ജീവിക്കാം. എനിക്ക് ഇതുകൊണ്ടൊന്നും സത്യമായിട്ട് ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, പൈസ ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ഫോളോവേഴ്സ് കിട്ടിയ സ്നേഹം കിട്ടി, എല്ലാം കിട്ടി, നല്ല കിട്ടി. അതെല്ലാം നിങ്ങളെല്ലാം നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട്. പക്ഷെ നമുക്ക് പൈസയായിട്ടോ സാമ്പത്തികമായിട്ടോ ഒന്നും കിട്ടില്ല. പക്ഷെ എനിക്ക് ജീവിക്കണമെങ്കിൽ, എൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ, എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണമെങ്കിൽ, എൻ്റെ ആവശ്യം എന്തിനാണെങ്കിലും ഞാൻ പണിക്കുക തന്നെ ആകത്തുള്ളൂ. അപ്പം ഞാൻ ഇപ്പം പെട്രോൾ പമ്പിൽ പോകുന്നു, ഞാൻ സുഖമാണ്, സ്വസ്ഥമാണ്. പെട്രോൾ പമ്പിൽ ഇങ്ങനെ പെട്രോൾ നിൽക്കുമ്പോൾ ആർക്കും ചോദിക്കാറുണ്ടോ ഇന്നാണല്ലേ തുറക്കുമ്പോൾ ഇങ്ങനെ നോക്കി ഞാൻ ആണ് നോക്കിയപ്പോൾ ഞാൻ ഇത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ എത്ര നമ്മൾ ഞാൻ പറയും, നമ്മൾ ഒത്തിരി കാര്യം നമുക്ക് ഒത്തിരി പേര് ചോദിക്കും എന്താ മോനെ പ്രശ്നം എന്ന് ചോദിക്കും. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ നമ്മൾ ഇളിച്ചോണ്ടിരുന്നു വെട്ട പ്രശ്നം കണ്ട ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്കെല്ലാം അറിയത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് പോകുന്നതെന്ന്. അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുക. ഓക്കെ അതൊരു കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യണം എന്ത് കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു മുട്ട പൊട്ടിക്കാൻ പോവാം, മുട്ട പൊട്ടിച്ച് ഒന്നെങ്കിൽ നേരെ വീഴും, അല്ലെങ്കിൽ മറ്റേ മഞ്ഞ പൊട്ടി. നമ്മൾ രണ്ട് കാര്യവും ചിന്തിക്കണം. അല്ല ഒരു കാര്യം തന്നെ ചിന്തിച്ചോ മഞ്ഞ പൊട്ടിപ്പോയി, മനസ്സിലായോ?